നമസ്കാരം. മഹാരാഷ്ട്രയിലെ സമാജ്വാദി പാർട്ടിയുടെ MLA ആയ അബു അസ്മി ഔറംഗസേബ് മികച്ച ഭരണാധികാരിയായിരുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഒരു വിഭാഗം സംഘപരിവാറിൻ്റെ ആളുകൾ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തെ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അബു അസ്മി ചെയ്ത തെറ്റ്? അദ്ദേഹം ഇന്ന് മാപ്പ് പറഞ്ഞു, തൻ്റെ പ്രസ്താവന പിൻവലിക്കുന്നതായി പറഞ്ഞു. അത് അതിനേക്കാൾ വലിയ ഭീരുത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്തരം ഭീരുക്കൾ എന്തിനാണ് ഇത്തരം പ്രസ്താവന നടത്തുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഔറംഗസേബിനെ നമുക്കറിയാം, 49 വർഷക്കാലം ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ചില ഭാഗങ്ങളും ചേർന്ന വലിയൊരു ഭാരതത്തെ അടക്കി ഭരിച്ച ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. ആ ഔറംഗസേബ് ചക്രവർത്തി ലോക GDPയുടെ ഏതാണ്ട് 25-നും 28% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച, ഇന്ത്യ അത്ര കണ്ട് സമ്പന്നമായ കരകൗശല വിദഗ്ധന്മാർ ഈ രാജ്യത്ത് ധാരാളം ഉണ്ടായിരുന്നു. വ്യാപാരം ഈ രാജ്യത്ത് വൻതോതിൽ വർദ്ധിപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. എന്താ സത്യമല്ല അദ്ദേഹം പറഞ്ഞത്? ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് ഇന്ത്യ അഭിവൃദ്ധി നേടിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ. അദ്ദേഹം ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തിയെന്നാണ് സംഘപരിവാർ ആരോപിക്കുന്നത്. എന്താണ് അതിൻ്റെ തെളിവ്? ഈ 49 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഔറംഗസേബിന് അദ്ദേഹം ഏതാണ്ട് 32 വർഷത്തോളം അദ്ദേഹം താമസിച്ചത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഔറംഗാബാദ് ഇപ്പോഴും BJP ആണ് ഭരിക്കുന്നത്. എന്തുകൊണ്ട് ഔറംഗാബാദ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായില്ല? കാരണം ഔറംഗസേബ് അവിടെ മതം മാറ്റം നടത്തിയിട്ടില്ല. നിർബന്ധിത മതം മാറ്റം നടത്താത്തത് കൊണ്ടാണ് ഇന്ന് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് പട്ടണം ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായി നിൽക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ, സംഘപരിവാർ പറയുന്നത് പോലെ ഔറംഗസേബ് ഒരു മതഭീകരവാദിയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ ഔറംഗാബാദിനെ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ, അവിടെയുള്ള ഹിന്ദു മതവിശ്വാസികളെ കൂട്ടത്തോടെ മതം മാറ്റം നടത്താൻ സാധിക്കില്ലായിരുന്നു. ഡൽഹിയിൽ മതം മാറ്റം നടത്താൻ സാധിക്കില്ലായിരുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സാധിക്കില്ലായിരുന്നു. അദ്ദേഹം അത് ചെയ്തിട്ടില്ലല്ലോ. തന്നെയുമല്ല, ഒരു മാതൃകാ ഭരണാധികാരി, ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു. തൊപ്പി തുന്നിയും ഖുറാൻ പകർത്തി എഴുതിയും കിട്ടിയ പണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചെലവുകൾക്കുള്ള പണം കണ്ടെത്തിയത്. അദ്ദേഹം മരിച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞത് തൻ്റെ മരണശേഷം തൻ്റെ മൃതശരീരം ആരാലും തിരിച്ചറിയപ്പെടാതെ അവിടെ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് മറവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അഹമ്മദ് നഗറിൽ മരിച്ച ഔറംഗസേബിൻ്റെ മൃതശരീരം കൊണ്ടുവന്ന് അവിടെ മറവ് ചെയ്തത്. ബ്രിട്ടീഷുകാരാണ് അവിടെ ഒരു അടയാളക്കല്ലുകൾ പിന്നീട് സ്ഥാപിച്ചത്. ഔറംഗസേബ് അത് ആഗ്രഹിച്ചിരുന്നില്ല. ആരാലും തിരിച്ചറിയപ്പെടാതെയാണ് തൻ്റെ മൃതശരീരം അവിടെ കിടക്കേണ്ടതെന്നാണ് ഔറംഗസേബ് ആഗ്രഹിച്ചത്. ഔറംഗസേബിന് വെളിപ്പാട് അകലെയാണ് അജന്തയിലെയും അതേപോലെ തന്നെ എല്ലോറയിലെയും ഗുഹാക്ഷേത്രങ്ങൾ. ധാരാളം ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ഒന്നും അദ്ദേഹം തകർത്തിട്ടില്ല. സമീപത്തുള്ള ക്ഷേത്രങ്ങൾ തകർത്തിട്ടില്ല. എത്രയോ ക്ഷേത്രങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖ്യ സൈന്യാധിപനാരായിരുന്നു രാജാ ജയ്സിംഗ്. ഒരു ഹിന്ദു രജപുത്രനായ രാജാ ജയ്സിംഗിനെ തൻ്റെ സൈനിക മേധാവിയായി നിയമിച്ച ഒരു മതേതര ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. ആ ഔറംഗസേബിനെ മതഭീകരവാദിയായി ചിത്രീകരിക്കുന്നു. ആ ഔറംഗസേബിനെ ഈ രാജ്യത്തെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുന്നു, ഏകാധിപതിയായി ചിത്രീകരിക്കുന്നു. അതൊക്കെ തന്നെ ചരിത്രത്തിനോട് ചെയ്യുന്ന ചരിത്രത്തെ വികലമാക്കുന്ന സമീപനങ്ങളാണ്. ചരിത്രത്തോട് ചെയ്യുന്ന തെറ്റാണ്, അനീതിയാണ്. സത്യസന്ധമായി ചരിത്രം വായിക്കാൻ എല്ലാവരും തയ്യാറാവണം. ഔറംഗസേബ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഭീകരവാദിയോ, അദ്ദേഹം ചെയ്ത തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തി ഒരു തടവിലിട്ടു എന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ മുഗള ചരിത്രം പരിശോധിച്ചാൽ എല്ലാവരും അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവായ ഷാജഹാൻ തന്നെ തൻ്റെ ഒരു സഹോദരനെ കൊലപ്പെടുത്തിയെന്ന് ചരിത്രമുണ്ട്. പലരും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഔറംഗസേബും അത്തരം സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരിക്കലും അദ്ദേഹം ഒരു മതത്തെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ടില്ല. പലപ്പോഴും പലരും ആരോപിക്കാറുണ്ട് അദ്ദേഹം വാരാണസിയിൽ അക്രമം നടത്തിയെന്ന്. വാരാണസിയിൽ അക്രമം നടത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ ശത്രുവായ സഹോദരൻ ദാരാ ഷുക്കോവിൻ്റെ അനുയായികളായിരുന്നു വാരാണസിയിൽ കൂടുതലായി ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് വാരാണസിയിൽ അദ്ദേഹം അക്രമം നടത്തിയത്. അവിടെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നേരെയാണ് അക്രമം നടത്തിയത്. അല്ലാതെ ഒരു മതത്തിന് നേരെയുള്ള അക്രമമായി അതിനെ കാണാനും പാടില്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ചരിത്രത്തെ സത്യസന്ധമായി വായിക്കുന്നതിൻ്റെ പേരിൽ സംഘപരിവാർ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ തുടങ്ങിയാൽ, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു അദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടുതരൂ, ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം. എന്താ അടിച്ചു കൊല്ലുന്ന പറയുന്നത്? ആൾക്കൂട്ട കൊലപാതകം നടത്തുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഏതെങ്കിലും ജയിലിലിട്ട് വെടിവെച്ച് കൊല്ലും. ഇപ്പോൾ അവിടെ അപനാദളിൻ്റെ 2 നേതാക്കന്മാരെ വെടിവെച്ച് കൊന്നതുപോലെ ഇദ്ദേഹത്തെയും വെടിവെച്ച് കൊല്ലുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ രൂപത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാനിക്കാതെ ചരിത്രത്തെ വികലമായി അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സമീപനങ്ങളെ സത്യസന്ധമായി കാണാനും തിരിച്ചറിയാനും എല്ലാവരും തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.